കെ.സി. വേണുഗോപാലിന് ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നാണ് എം കെ രാഘവൻ എം.പിയുടെ പരിദേവനം. കെ.സിക്കെതിരായ ആക്രമണം പാർട്ടി അന്വേഷിക്കണം. ചെയ്തവർക്ക് ആത്മസുഖമുണ്ടാകട്ടെ, നിയുക്ത മുഖ്യമന്ത്രിക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകും. ചെന്നിത്തലയുടെ പരിഭവം എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂവെന്നും രാഘവൻ പറയുന്നു. അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ചിലർക്ക് ആത്മസുഖം ഉണ്ടാവും. അതുണ്ടാവട്ടെ. ആർക്കാണ് ആത്മസുഖം? അല്ല, ഉണ്ടാവട്ടെ, ചെയ്തവർക്ക് ഉണ്ടാവട്ടെ. അല്ല, ചെയ്തവർക്ക് ഉണ്ടാവട്ടെ. അത് എല്ലാവർക്കും ഉണ്ട്, സ്വാഭാവികമല്ലേ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. ഇതിലൊരു പരിശോധന പാർട്ടി നടത്തണം എന്ന് കരുതുന്നുണ്ടോ? പാർട്ടി നടത്തുമല്ലോ, സ്വാഭാവികമല്ലേ, പാർട്ടി നടത്തുമല്ലോ. അതെല്ലാം ലീഡർഷിപ്പ് ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. അത് തീർക്കും, അത് തീരും. വിജിൻ വായന്തോട് കെ.സി. വേണുഗോപാലിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നു. വിജിൻ, കെ.സിയുടെ ഈ പരിഭവം തീർന്നിട്ടില്ല, അതാണോ രാഘവന്റെ വായിലൂടെ പുറത്തു വരുന്നത്? തീർച്ചയായും പരിഭവവും അതൃപ്തിയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ കേരളത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അദ്ദേഹം അത്തരം പ്രതികരണം, ഒരു വൈകാരികമായ പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നിലവിലിപ്പോൾ രാവിലെ കെ.സിയുടെ വീട്ടിലേക്ക് നേതാക്കളുടെ ഒഴുക്കാണ്. എം.പിമാർ, ഒപ്പം തന്നെ എം.എൽ.എമാർ, മറ്റ് പ്രധാന നേതാക്കൾ എല്ലാം തന്നെ നിലവിൽ കെ.സിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് എം കെ രാഘവൻ വന്നുപോയി. ആന്റണി ഇപ്പോൾ വീട്ടിനകത്തുണ്ട്. ജബി മേത്തർ എത്തി, റോയ് കെ പൗലോസ് എത്തി, ടി സിദ്ദീഖ് എത്തി. അങ്ങനെ എം.എൽ.എമാരുടെയും ഒരു നീണ്ട നിര ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതൃപ്തി നിലനിൽക്കുന്നു. അതുതന്നെയാണ് ഒരു മന്ത്രിസ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം പോയി എന്നതിനപ്പുറം മറ്റൊരു പരിഭവം എന്ന് പറയുന്നത് കേരളത്തിൽ തനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിൻ്റെ നിർണായക നേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന, അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലയിൽ കോൺഗ്രസിനെ തകർക്കാനാണ് താൻ എത്തിയത് എന്നുള്ള നിലയിലുള്ള ഒരു പ്രചാരണം, അത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ നിലയിൽ ഉണ്ടായി. അതാണ് കെ.സിയുടെ പരിഭവത്തിനും അമർഷത്തിനുമൊക്കെ കാരണമെന്ന് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾക്ക് അപ്പുറം ഉള്ള ഒരു കടുംപിടുത്തത്തിലേക്ക് കെ.സി പോകാനുള്ളൊരു സാഹചര്യവും നിലവിൽ അതുതന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ കെ.സി വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ, സമ്മർദ്ദങ്ങളാണ് നിലവിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി ഒരു പരിഗണന കൂടി ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സമ്മർദ്ദം കെ.സി നിലവിൽ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ നേതാക്കൾ ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ഇങ്ങോട്ടെത്തുന്നത്. ഇപ്പോൾ മാണിക്കാപ്പൻ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ പല തരത്തിലുള്ള നേതാക്കൾ, ഘടകകക്ഷികളിലെയും ഒപ്പം തന്നെ കോൺഗ്രസിലെയും നേതാക്കൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10 മണിയോടുകൂടി പുറത്തിറങ്ങും എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 10:00 അടുത്തായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കെ.സി. വേണുഗോപാൽ ഇവിടെ എത്തിയ നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തിയ ശേഷം പുറത്തേക്കിറങ്ങും. കണ്ടോൺമെന്റ് ഹൗസിലേക്കാണോ അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള അവസാന വാക്ക് കെ.സി ആയി മാറുകയാണോ? അതാണോ ഘടകകക്ഷികൾ കൂടി അങ്ങോട്ട് എത്തുന്നത്? തീർച്ചയായും, അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉൾപ്പെടെ ഒരു പരിഗണന വരികയും ചർച്ച വരികയും ഒക്കെ ചെയ്ത ശേഷം അത് പൂർണ്ണമായും ഇല്ലാതായി. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെ കോൺഗ്രസിനകത്തെ വലിയ തരത്തിലുള്ള അപ്രമാദിത്വം അത് അവസാനിച്ചിട്ടില്ല. അത് എം.എൽ.എമാരുടെ എണ്ണത്തിലാണെങ്കിൽ അങ്ങനെ, നേതൃതലത്തിൽ ആണെങ്കിൽ അങ്ങനെ, ദേശീയ നേതാവ് എന്നുള്ള പരിഗണന ഇപ്പോഴും കെ.സിക്ക് നൽകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കെ.സി. വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ നിലവിലിപ്പോൾ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കെ.സി. വേണുഗോപാൽ ഒരു സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സുനിലേശൊക്കെ പറഞ്ഞതുപോലെ 6 മന്ത്രിസ്ഥാനമെങ്കിലും ഉറപ്പായും ലഭിക്കണം എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 6 മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയാൽ അത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കാരണം മന്ത്രിസഭയിൽ കെ.സിയുടെയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അനുയായികൾ മന്ത്രിമാരായി, കൂടുതൽ മന്ത്രിമാരായി വരികയും മുഖ്യമന്ത്രി സ്ഥാനത്ത് മാത്രം ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ചെയ്യുക, അത് വലിയ സമ്മർദ്ദങ്ങൾക്ക് പിന്നീട് കാരണമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിർണായകമായി ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുന്ന ചർച്ചകൾ അത് അതീവ നിർണായകമാകും. വി.ഡി. സതീശൻ എടുക്കുന്ന നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഈ ഇരു നേതാക്കളും, അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് അപ്പുറം കെ.സിയും വി.ഡിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിർണായകമായി അവർ ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയായിരിക്കും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കീറാമുട്ടിയായി മാറുക. ഘടകകക്ഷികൾ നിലവിൽ എന്തായാലും മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു എം.എൽ.എമാർ മാത്രമുള്ള പാർട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മന്ത്രിസഭയിൽ പരിഗണന നൽകണം, ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ക്യാബിനറ്റ് റാങ്കോ ഉൾപ്പെടെയുള്ള പദവികൾ നൽകി അവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ എന്ന ആലോചനയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നെങ്കിലും പക്ഷേ കോൺഗ്രസിലെ മന്ത്രിസ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വലിയ കീറാമുട്ടിയായി നിലനിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കെ.സി. വേണുഗോപാൽ 6ഓളം മന്ത്രിമാരെ തൻ്റെ പക്ഷത്ത് വേണം. അതിന് സമ്മർദ്ദത്തിനപ്പുറം തൻ്റെ വിഭാഗത്തിനാണ് എം.എൽ.എമാർ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ സീനിയോറിറ്റിയുള്ള ആളുകളുണ്ട്, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ജാതി സമവാക്യങ്ങൾ ഒക്കെ പരിഗണിക്കപ്പെടാൻ കഴിവുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ മന്ത്രിസ്ഥാനം
സ്ഥാനം ലഭിക്കണം എന്ന ഉറച്ച നിലപാടുകളിലേക്ക് കേസി എത്തും. അല്പസമയം മുമ്പ് ഒരുപക്ഷെ ദീപാദാസ് മുൻഷിയുമായി ഒക്കെ അദ്ദേഹം കൂടിയാലോചന നടത്തും. കേന്ദ്ര നേതൃത്വം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മന്ത്രിസഭയിലെ അംഗത്വത്തിന്റെ കാര്യത്തിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ള നിലപാട് എന്തായാലും കേസി ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ വയ്ക്കും, കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കും. അത് മറികടക്കാൻ വി ഡി സതീശന് എങ്ങനെ കഴിയും എന്നുള്ളതാണ് അറിയേണ്ടത്. അല്പസമയത്തിനകം തന്നെ വി ഡി സതീശനും കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ അവിടെയാണ് ഘടകകക്ഷികളുമായുള്ള നടക്കുക. KPCC ഓഫീസിലായിരിക്കും ഈ കോൺഗ്രസിന്റെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക. ഇപ്പോൾ നിലവിൽ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുദാസ് എന്നിവർ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന എല്ലാ നേതാക്കളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം KC വിഭാഗക്കാരാണ്, പ്രസിഡന്റ് KC വിഭാഗക്കാരാണ്. അവരെല്ലാം നിലവിലിവിടെ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ ഒഴികെയുള്ള ബാക്കി രണ്ടുപേർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് മുതിർന്ന നേതാക്കൾ എത്തി KCയുമായി കൂടിയാലോചന നടത്തുന്നു. അങ്ങനെ ഉള്ള തിരക്കിട്ട ചർച്ചകൾ KC ക്യാമ്പിൽ നടക്കുകയാണ്. ഒരു ഭാഗത്ത് ഘടകകക്ഷികളുമായുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പോകുമ്പോൾ, പക്ഷേ ഈ കോൺഗ്രസിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് സജീവമായി നിലനിൽക്കുന്നത് KC വേണുഗോപാലിന്റെ വീട്ടിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളെയും എങ്ങനെയും മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് KCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല 2 മന്ത്രിസ്ഥാനങ്ങൾ വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം ആഭ്യന്തര വകുപ്പ് കിട്ടിയാലേ മന്ത്രിസഭയിലേക്ക് പോകൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ ഉള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാകുമ്പോൾ വി ഡി സതീശന് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം മാത്രമായി നിൽക്കുകയും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുകയും ചെയ്താൽ അത് 2 അധികാര കേന്ദ്രങ്ങളായി അതിൽ രമേശ് ചെന്നിത്തല കൂടുതൽ കരുത്തുള്ള അധികാര സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൽ ഏത് തരത്തിലുള്ള സമവാക്യങ്ങൾ ഇനി രൂപപ്പെടും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നുള്ള സൂചന തന്നെയാണ് ഇന്നലെ നൽകിയത്. KC വേണുഗോപാൽ